ഹായ്, എല്ലാവർക്കും മിഷാസ് സോണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. അധികം ഗ്രേവി ഇല്ലാത്ത ഒരു പെരണ്ട ചാറോട് കൂടിയുള്ള ചിക്കൻ കറിയാണ്. ഇതിനായി വെളിച്ചെണ്ണയിലേക്ക് ഒരു 5 മീഡിയം സൈസ് സവോള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് കേട്ടോ വീഡിയോയിൽ പറയുന്നത്. ഈ സവോള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ സവാള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായി മൂത്ത് വരണം, നല്ല കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ നന്നായി മൂത്ത് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കന് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നുള്ള കണക്കിലാണ് എടുക്കാറുള്ളത്. ഇനി വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ്. ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ പച്ചമുളക് മാറിയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ തക്കാളി നീളത്തിലരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇത് കൂടെ ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് തക്കാളി നന്നായിട്ട് വെന്തുടച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം തക്കാളിക്ക് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ആ എണ്ണ തെളിയണ വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഏകദേശം എണ്ണയ്ക്കും തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി വിനീഗർ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ പീസുകളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം. ആദ്യത്തെ ടൈമിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങുന്ന ടൈമിൽ അടച്ചു വെച്ചിട്ട് സിമ്മാക്കിയിട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇടയ്ക്ക് തുറന്ന് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം. ഇതാണ് ഫൈനൽ സ്റ്റേജ്. ചിക്കൻ്റെ ഗ്രേവിക്കും വറ്റി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയ്ക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്